അഭിമന്യു. മലപ്പുറം പൂക്കോട്ടൂർ GHSSലെ +1 വിദ്യാർത്ഥിയാണ്. നിരവധി പ്രതിസന്ധികൾ താണ്ടിയാണ് അഭിമന്യു ഇന്ന് ഈ വേദിയിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി, സ്കൂളിലെ പേര് വെട്ടിമാറ്റൽ, 10ാം ക്ലാസ്സിലെ സ്കൂൾ മാറ്റം, അങ്ങനെ നിരവധി വെല്ലുവിളികളായിരുന്നു അഭിമന്യുവിന് താണ്ടാനുണ്ടായിരുന്നത്. ഫോക്കില് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളുകാർ വേറൊരു കുട്ടീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോടൊന്ന് മാറി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് 3 ഐറ്റം ഉള്ളതിൽ 2 ഐറ്റം പോവാ, ഫോക്ക് മാത്രം ഒന്ന് മാറിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു. മാർക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ മാറിയിട്ടാണ് ഞാൻ സ്റ്റേറ്റ് വരെ പോയത്. എന്നാൽ അവിടെയെല്ലാം അഭിമന്യുവിന് കരുത്തായത് അധ്യാപകരും കുടുംബത്തിന്റെ പിന്തുണയുമായിരുന്നു. അച്ഛനും അമ്മയും 3 സഹോദരങ്ങളും അടങ്ങുന്ന തികച്ചും സാധാരണക്കാരായ കുടുംബം. അച്ഛൻ രാമചന്ദ്രൻ നിർമ്മാണ തൊഴിലാളിയാണ്. അച്ഛന്റെ വരുമാനം മാത്രമാണ് ആകെയുള്ള വരുമാന സ്രോതസ്. സാമ്പത്തിക പ്രതിസന്ധി വില്ലനായപ്പോൾ മകന്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ അച്ഛൻ വേദനയോടെയാണെങ്കിലും ആദ്യമൊക്കെ കണ്ണടച്ചു. എന്നാൽ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞതോടെ മറ്റെല്ലാം മറന്ന് അവനോടൊപ്പം നിന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്നാണ് അവന് ഫസ്റ്റിൽ നൃത്തം കളിക്കണത്. അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ കളിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ആ കളി ഞാൻ കണ്ടുവന്ന്. അപ്പോൾ എൻ്റെ കണ്ണിലന്ന് കണ്ണീര് വന്നു. കാരണം ചില സന്തോഷം കൊണ്ട് എൻ്റെ മോൻ ഇത്രയും നന്നായി കളിക്കണ്ടല്ലോ എന്നുള്ള അപ്പോഴാണ് ഞാൻ ആരും കാണാതെ മെല്ലെ കണ്ണീര് തുടച്ചിട്ട് പിന്നെ ഓനോടൊന്നും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, കാരണം എന്തായാലും അവനെ പഠിപ്പിക്കണമെന്ന്. അടുത്ത കടമ്പ നല്ല അധ്യാപകരും സാമ്പത്തികവുമായിരുന്നു. അങ്ങനെ അവർ എത്തിയത് പ്രശസ്ത നൃത്താധ്യാപകനായ മോഹൻ നിലമ്പൂർ മാഷിന്റെ അടുത്തേക്ക്. മകന് നൃത്തം പഠിക്കണം, അതിന്റെ ചിലവ് തങ്ങൾക്ക് താങ്ങില്ല. കുറച്ച് മടിയോടെയാണെങ്കിലും അവർ തങ്ങളുടെ വിഷമം അധ്യാപകനെ അറിയിച്ചു. അവനെ എനിക്ക് തരൂ എന്നായിരുന്നു മാഷിന്റെ മറുപടി. നമ്മളെ പഠിപ്പിക്കുന്ന ഏത് കാര്യങ്ങളും അതാ ദിവസം അവൻ പഠിച്ചു വന്ന് കറക്റ്റ് പെട്ടെന്ന് പഠിച്ച 2-3 വർഷം കൊണ്ടാണ് അവൻ ഈ ലെവലിൽ എത്തിയത്. അത് അവൻ്റെ അധ്വാനം തന്നെയാണ്. പിന്നെ അവർ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. ഏത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ കണ്ടത് വെല്ലുവിളികളെ തകർത്തെറിഞ്ഞ അഭിമന്യുവിന്റെ പോരാട്ടമായിരുന്നു. ഈ വർഷം ഭരതനാട്യം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിലാണ് അഭിമന്യു മത്സരിക്കാനെത്തിയത്. പുരാണങ്ങളിൽ ചക്രവ്യൂഹം ഭേദിച്ചെത്തിയ അഭിമന്യുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കലയുടെ ഈ പോരാട്ട വീതിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അഭിമന്യു എത്തിയത്. എന്തായാലും അഭിമന്യുവിന് വലിയ വിജയങ്ങൾ തന്നെ ഇനിയും ഉണ്ടാകട്ടെ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അശ്വതി, അമൃത ന്യൂസ്.